ഏതാ വെട്ടത്? അച്ഛനെന്താ എപ്പോഴും കുടിക്കുന്ന ഒരു കാണിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം കിട്ടിയാലും കഴിക്കും. തട്ടുകോ പഴുത്തിരിക്കുന്നത് ഞാൻ അലറിക്കൊണ്ട് ചെല്ലും, അതുപോലെ അങ്ങ് പത്തി മടക്കി ഇങ്ങ് പോകും. എന്നെ കുറിച്ചാണ് എന്റെ അഭിപ്രായം ഉണ്ടോ? നിന്നെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം, വെരി ഗുഡ്. വേണ്ട, അമ്മ മീൻ മറക്കാം, മോൻ അവിയലുണ്ടാക്കും. അമ്മ ഇതെല്ലാം തേങ്ങയ്ക്കകത്ത് അരച്ചായിരുന്നു, എന്നാലും ഇച്ചിരി അതിനകത്ത് ഇടണം. അവനറിയാം വാചകം ഓടിക്കാൻ. ഇത് മറിച്ചിടണ്ടേ നമുക്ക്? മീൻകറി ഒന്നും ഇന്നലത്തെ സെറ്റാവില്ല. മീൻകറിയൊക്കെ തലേ ദിവസത്തെ ടേസ്റ്റ്. ഫുഡ് കഴിക്കാല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ? കഴിക്കാൻ മോനെ, ഇല വെട്ടട്ടെ. വേണ്ട, അമ്മയ്ക്ക് പാത്രം കഴുകണ്ടല്ലോ, ഇതാകുമ്പോ ഇല കൂട്ടി ഞാൻ കളഞ്ഞാ മതിയല്ലോ. മീൻ വറുത്തത്, അവിയല്, ഇഞ്ചിക്കറി, അച്ചാറ്, മാങ്ങാച്ചാറ്, നാരങ്ങാച്ചാറ്, പരിപ്പ് കറി. ഞാനും കൂടെ സഹായിച്ചതുകൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ തീർന്നു. വറുത്ത മീൻ തിരിച്ചിട്ട് അച്ചാറൊക്കെ എന്നെ ഉണ്ടാക്കിയതാ. താങ്ക്സ്. വേഗം താ, ഇതിന് ചമ്മ. അമ്മ മോനെ എളുപ്പം അവിയൽ വെച്ച് അതുകൂടെ വെക്കാൻ. ഇവനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അമ്മ ഇതെല്ലാം രാവിലെ വെളുപ്പിന് എണ്ണിട്ട് അമ്മ എല്ലാം റെഡിയാക്കിയാ മോനെ. ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പാർവതി വന്ന് അരിഞ്ഞേരാന്നൊക്കെ പറഞ്ഞായിരുന്നേ. ഞാൻ അരിഞ്ഞുതരാം. വേണ്ട മോനോട് ഇരി, ചുമ്മാ വേണ്ട. കൊടുക്കുമ്പോ അരിയിട്ട് നീ എടുത്തോണ്ട് കൊടുക്കുന്ന ഒരു പിച്ചാത്തി അതും വയ്യ, അമ്മയെ കൊണ്ട് കൊടുപ്പിക്കാനിരിക്കും. അത് കൊള്ളാം. ഞങ്ങള് മീൻ വെട്ടി, കിളിമീൻ വെട്ടി പെരട്ടി വെച്ചു അല്ലേ, വറക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോരേറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചു അല്ലേ. ഇനിയിപ്പൊ അവിയൽ ഉണ്ടാക്കാൻ പോവാ. അമ്മ അറിഞ്ഞില്ലല്ലോ മോനെ, 12:30 അതല്ലേ ഈ പറയുന്നത്. എനിക്ക് വിഷമമാണ്. നമ്മളാരും 12:30 ഊണൊന്നും കഴിക്കില്ല. ഇവിടെ എത്ര മണിക്ക് ഊണ് കഴിക്കാം? 1 മണി 1:15 ആകുമ്പോഴേ. വിട്ട് വിട്ട് കൈ ഒന്നും മുറിക്കല്ലേ എന്റെ പൊന്നച്ച. ഏതാ വെട്ടത്? ഇവിടെ കൊണ്ട് ഒരു ഇതെന്താ? അത് കോവയ്ക്ക. എന്നിട്ട് പോടാ ഇത് സഹായിച്ചു തരും ഇങ്ങനെയൊക്കെ വന്നിട്ട്. ഇങ്ങനല്ലേ മോനെ? ഇങ്ങനെ തന്നെ വെട്ടണ്ട മോനെ, അങ്ങനെ വെട്ടണ്ട, ചൊറിഞ്ഞിട്ട കൊടുക്കട്ടെ. അതാ വേണ്ടത്. 2 ആൺപിള്ളേരുണ്ടായപ്പോ ഒരു പെൺകുട്ടി കൊച്ചു വേണമെന്ന് ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇവരതിന് മുമ്പേ സെറ്റ് നിർത്തിക്കളഞ്ഞു. എപ്പോഴും പറയുമായിരുന്നു മോളെ, അമ്മയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ജനിക്കുന്ന പെങ്ങന്മാക്കളെ ഭയങ്കര ഭാഗ്യമാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കും. ഈ ഞങ്ങളുടെ വീട്ടിൽ ആമ്പിള്ളേരല്ലേ. കുറച്ചേരം മുന്നേ കൊഞ്ചിക്കുന്നില്ല എന്നെ ആരും കൊഞ്ചിക്കുന്നില്ല. അത് പണ്ടത്തെ കഥ. കുഞ്ഞിലേ ഉണ്ടല്ലോ അതൊക്കെ. എന്ന് വെച്ചാൽ നമ്മളൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുമ്പോ അനിയ നല്ല കളറായിരുന്നു. നല്ല അല്ലയോമേ ചെമ്പരത്തി അത്ര നല്ല ഭയങ്കര കളറായിരുന്നു. അപ്പൊ വരുന്നവരും പോകുന്നവരും അല്ലേ ഇവനെ അങ്ങ് എടുക്കും. അപ്പൊ എന്റെ ഒന്നും മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഭയങ്കര സങ്കടമായിരുന്നു. ഇവന്റെ മൂച്ചാട്ട കണ്ട ആരും എടുക്കും. മോക്കെന്താ അവനെ എടുത്തു നടക്കും എല്ലാരും. അമ്മയ്ക്ക് അവനെ മതിയായിരുന്നു. ഇവൻ 5 വർഷം കഴിഞ്ഞുണ്ടായ കുഞ്ഞ്. അപ്പൊ ഞങ്ങൾക്ക് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഇവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് എന്തും. പിന്നെ എന്തിനാ ഉണ്ണിക്കൂടെ ഇങ്ങനെ കള്ളം പറയുന്നിരുന്നോണ്ട്? ഈ നന്നായിട്ട് പഠിക്കുന്നോണ്ട് സ്കൂളിലൊക്കെ ചെല്ലുമ്പോ നല്ല അഭിപ്രായം ആയിരിക്കുമല്ലോ അഭിയത്തിനെ കുറിച്ച്. ആദ്യമേയൊക്കെ നമ്മ കരഞ്ഞോണ്ടായിരുന്നു ഇറങ്ങുന്നത്. എല്ലാത്തിനും തോറ്റായിരുന്നു വരുന്നത്. വലിയ കാര്യത്തെ ഇവിടുന്ന് ഒരുങ്ങി കെട്ടി നല്ല സാരിയൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോളെ നാണം കെട്ടാ ഇറങ്ങി. ആന്ന് മോനെ, സത്യമായിട്ടും ഇല്ല, തോറ്റു പോവും, അത്രേ ഉള്ളു. തോറ്റു എന്നിട്ട് ചിരിച്ചോണ്ടിരിക്കുവല്ലേ ഈ ടീച്ചർമാര് ചീത്ത പറയുമ്പോ? പിന്നെ ആര് ഇവന് വിഷമിച്ചിരിക്കുക. നമ്മളെ അമ്മ കരയുന്ന കാണുമ്പോ വിഷമം. പിന്നെ നമ്മൾ സെറ്റാക്കി എടുക്കും, അതൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മളൊരു കയറ്റം അങ്ങോട്ട് കയറി
ശ്ശോ, എനിക്ക് വയ്യ തക്കാളി അല്ല ഇപ്പൊ സന്തോഷല്ലേ ഇതൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട്? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം ഞാനാണെങ്കിൽ ഇടയ്ക്ക് എന്റെ കൂട്ടുകാർ MB ആയതുകൊണ്ട് ഇവന്മാര് നമുക്ക് കൂട്ടുകാരല്ലേ സ്റ്റാറ്റസ് നമ്മൾ കാണും, സ്റ്റോറിയെ കാട്ടി കൂടുതൽ ഇവന്മാരെല്ലാം ഓരോ കമ്പനി ഇരിക്കുന്ന ലാപ്ടോപ്പ് അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര മനസ്സിനകത്തൊരു ഭയങ്കര സങ്കടം തോന്നുന്നു. ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ആ സെയിം സമയത്ത് ആരെങ്കിലും വെളിയിൽ നിന്നുള്ള ഒരു ഉണ്ണിയല്ലേ നിൽക്കുന്നേ, അവിടെ ഭയങ്കര സ്നേഹം. അപ്പൊ ഞാൻ ഓർക്കും ദൈവം, ഞാൻ ഏത് ജോലി ചെയ്താൽ ഇത്രയും പേർക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റും, ആ ഒരു സ്നേഹം കിട്ടും. എപ്പോഴായാലും ആ ഒരു സങ്കടം വരുമ്പം ഇവിടെ നിന്നെങ്കിലും ആരെങ്കിലും അറിയാത്തവർ വന്ന് സ്വന്തം അവര് പറയുന്നില്ല ഞങ്ങൾ രണ്ടും അവരുടെ വീട്ടിലെ ഒരാളെ പോലെ അപ്പല്ല നമ്മൾ ചിന്തിക്കും, നമ്മള് ലോകത്തിൽ ഏത് ജോലി ചെയ്താൽ അത്ര സ്നേഹം കിട്ടും. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്മ കമന്റ്സ് ഒക്കെ വായിക്കുമായിരുന്നു? പിന്നെ അമ്മ ചില ബാഡ് കമന്റ് വരുമ്പോ അമ്മയ്ക്ക് വിഷമമാകും മോനെ. ചിലരൊക്കെ അങ്ങനെ പറയുമ്പോ എനിക്ക് അങ്ങ് വിഷമമാകും ഒത്തിരി. അപ്പോഴത്തെ ഇവൻ എന്നെ അമറിക്കൊണ്ട് വരും. അപ്പോഴത്തേക്ക് വേറെ ആൾക്കാർ കമന്റിന് മറുപടി കൊടുക്കാൻ ആൾക്കാരില്ലേ? ഇഷ്ടം പോലെ ഞങ്ങളെ സ്നേഹിക്കും. പക്ഷേ നെഗറ്റീവ് തരുന്ന നല്ല ബുദ്ധിയുള്ള അവന്മാർക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. ഒരു നെഗറ്റീവ് കമന്റ് ഒരു വീഡിയോക്ക് വന്നാൽ ആ വീഡിയോക്ക് പെട്ടെന്ന് റീച്ച് ആകുന്നത്. അത് അവന്മാരെ സത്യം. കാരണം അവൻ നമ്മുടെ വീഡിയോ ഒന്നും ചിലപ്പോ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയായിരിക്കും. പറയും ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും, അമ്മയുടെ ശത്രുക്കൾ ആരെങ്കിലും തുടങ്ങിയതായിരിക്കും ഇത്. അതുകൊണ്ട് അവരിങ്ങനെ കമന്റ് ഇട്ടേക്കുന്നു ഉണ്ണി പറയും. ഞാൻ പറയും എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് അറിയാവുന്നവരായിരിക്കും ഈ കമന്റ് ഇടുന്നതിന്. അപ്പൊ നമ്മളെന്തോ ചെയ്യും, നമ്മളെ അറിയാത്തവർക്ക് ആ കമന്റ് അയച്ചു കൊടുക്കും. പിന്നെ ബാക്കി അവർ നോക്കിയോളൂ. കുറച്ചു കഴിയുമ്പോൾ നമുക്കൊന്ന് സോറി അറിയാതെ പറഞ്ഞേ അങ്ങനെയൊക്കെ പറയും. അത് നമ്മള് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയെ എങ്ങനെ കരുതുന്നു തിരിച്ച് അവർ നമ്മളെ എങ്ങനെ കരുതും. നമ്മളൊരു സ്റ്റാറിലൊക്കെ ഉണ്ട്, നമുക്ക് 1,57,000 ഫോളോവേഴ്സ് ഉണ്ട്, ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കത്തില്ല അങ്ങനെ എഴുതിയാൽ ഇവരും അത് തന്നെ ഞങ്ങൾ കാണത്തില്ല. കാരണം ഇവര് കാണുന്നത് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു പരിപാടിയില്ല. അപ്പൊ അവരെ അങ്ങനെ അങ്ങ് ട്രീറ്റ് ചെയ്താൽ തിരിച്ച് അവരും ട്രീറ്റ് ചെയ്യും. ആ ഒരു സംഭവമാണ്. എല്ലാ ദിവസവും വീഡിയോ എടുക്കും. എല്ലാ ദിവസവും വീഡിയോ എടുക്കും. എല്ലാ ദിവസവും പിന്നെ വീട്ടിൽ തന്നെ കാണും. എനിക്ക് തന്നെ കാണും. അതാ ഇവിടുത്തെ CCTV ചെക്ക് ചെയ്താൽ ഇഷ്ടം പോലെ കാണും. കാണല്ലേ? പക്ഷെ കണ്ടന്റ് ഒക്കെ ഭയങ്കര നമ്മളുടെ വീട്ടിലൊക്കെ നടക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അമ്പലത്തിനും കല്യാണത്തിനും ഒക്കെ പോവാമെങ്കിൽ എല്ലാ ഒത്തിരി അമ്മമാരും ചേച്ചിമാരും എല്ലാം എന്റെ ഇളയത് ഞങ്ങളുടെ വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ ഒരു മാറ്റമില്ല. മക്കളുമാര് പറയുമെന്ന് ശൈലാമ്മ അമ്മയൊക്കെ ഒന്ന് തന്നെയാന്ന് പറയുന്നൊക്കെ. ഞാനോടൊത്തി കമന്റ് ഇട്ടായിരുന്നു, മറ്റേ ആധാർ കാർഡില്ലേ എന്റെ വീട്ടിൽ അമ്മ തന്നില്ലായിരുന്നു ആധാർ കാർഡ്. എന്റെ മോനെ അല്ലേ തന്നെ ഇവിടെ എന്താ സ്ഥിരം ജോലി ചെയ്യുക, എടുത്തു കൊടുക്കല് അല്ല തപ്പല്. എന്റെ കട്ടിലെ വൃത്തിയാക്കി രാവിലെ എണീക്കുന്ന കുഞ്ഞിനെ പറഞ്ഞിട്ടുണ്ട് കട്ടില് റെഡിയാ, എണീക്കുന്ന കട്ടില് വിരിച്ചിടണം. അങ്ങനെ നല്ല ശീലങ്ങളൊക്കെ ഉണ്ട് കുട്ടിക്ക് അല്ലേ? അതുകൊണ്ട് സീനാ ഞാൻ പറയാം. ഇപ്പൊ ഈ വീട്ടിൽ വന്നപ്പോ മനസ്സിലായില്ലേ ഇവിടെ വൃത്തിക്ക് ഒരു അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ. അഭിത്ത് പ്രത്യേകം പറഞ്ഞ അമ്മയ്ക്ക് ഭയങ്കര വൃത്തിയുടെ അസുഖമുണ്ട്, ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഹോസ്റ്റലൊക്കെ പോയാലേ നമുക്ക് ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പോരായ്മയാണ്. നമ്മളിപ്പം ഹോസ്റ്റലൊക്കെ പോകുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുമായിരിക്കും. ഇപ്പൊ ഇവിടുത്തെ ബാത്റൂം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാം. അമ്മ അതുപോലെ ഒരാൾ കയറുമ്പോൾ ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കും. പിന്നെ റൂം കിടക്കുന്നത് നമുക്ക് അത് ഭയങ്കര സീനാണ്. എവിടെങ്കിലും പോയാൽ നമുക്ക് സർവ് ചെയ്യാൻ ഭയങ്കര പാടാ. ഇങ്ങനെ ആയതുകൊണ്ട് മറ്റേ അലമ്പായിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് എവിടെ പോയാലും കിടക്കാം, ഇരിക്കാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഈ വലിയൊരു പ്രശ്നമാണ്. നിലത്ത് വേണേൽ നമുക്ക് കിടക്കാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തൂത്ത് തുടച്ചിട്ടേക്ക്. അതാ ശരിക്കും ഭയങ്കര നീറ്റാണ് വീട് മൊത്തം. സൂപ്പർ വൃത്തിക്ക് ഭ്രാന്താവാ. മോളെ വന്ന് കേറുമ്പോ മനുഷ്യനൊന്ന് അല്ലെ വൃത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലൊരു എളുപ്പ് വരുത്തില്ലേ, ആ വീട്ടിലോട്ട് എന്നിട്ടൊരു വൃത്തിയില്ലെന്ന്. എന്റെ അമ്മ പറയുന്നു അതേ ഡയലോഗ്. നമുക്ക് വൃത്തിയുണ്ടെ അവിടുന്ന് നമുക്ക് എന്തോ അവിടെ പോയി ഇരിക്കോ കിടക്കോ എന്ത് വേണേലും വെള്ളം തരുന്ന കാര്യമല്ല. ഒരു വൃത്തി ഇല്ലാത്തടത്ത് ചെന്നാൽ നമുക്ക് മനസ്സോളം നമ്മള് വെള്ളം കുടിക്കുമോ? ഞാൻ പോയി അവിയലുണ്ടാക്കട്ടെ. അമ്മ ഇനി ആ വെള്ളം കളഞ്ഞിട്ട് വരാം. ഇവള് പോലെ അരിഞ്ഞോ? ഇവളോ ഗായത്രി കൊറേ നേരം ഗായത്രി ശ്രദ്ധിച്ചോ? സത്യം പറ, എനിക്കറിയത്തില്ല. വിളിച്ചോണ്ട് വരുവാണോ അതോ എന്തുവാ? ഇപ്പൊ പറയണോ തയ്യാറെടുക്കാൻ നിലവിളക്കെടുക്കാൻ വേണ്ടി മോനെ അച്ഛനെ കൂടെ വിളിയടാ ഒരു വീഡിയോയ്ക്കകത്ത്. അച്ഛനെ വിളിക്ക. അച്ഛനെവിടെ? പാവം എല്ലാത്തിനും റെഡിയാ, വിളിച്ചാ വരത്തില്ലെന്നേ ഉള്ളു. അച്ഛൻ വീഡിയോ എടുക്കാൻ അധികം അയ്യോ ചിരിച്ചു തലയല്ലോ ഇപ്പൊ മോള് കണ്ടോണം. അതാ സംഭവം. ഭയങ്കര കൂട്ടാ കേട്ടോ, സോഷ്യലാ.
അതുകൊണ്ട് എന്നും അടിയാ. ഞങ്ങൾ ഇവരെല്ലാരും ഒരുപോലെ പിന്നെ എന്ത് കൂട്ടുകാരെ പോലെ അമ്മയും മക്കളും അച്ഛനും എല്ലാം. അങ്ങനെ വേണം. അതാണ് ആ അതുകൊണ്ട് വീഡിയോയില് എന്നും അടിയാ. അതുകൊണ്ട് അടി ഇടുകയും ചെയ്യും, അതുപോലെ മാറുകയും ചെയ്യും. 10 മിനിറ്റ് പോലും ഇരിക്കത്തില്ല. അതെ, ബാക്കി 30 മിനിറ്റ് അടിയായിരിക്കും. അപ്പൊ അമ്മ ദേ ഇവിടെ അവിയലിനുള്ളതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കണം, മീൻ വറക്കണം. മീൻ ഞാൻ വറക്കാം. അയ്യോ അയ്യോ കത്തിയിട്ട് അത് കൊള്ളാല്ലേ? മീൻ മറക്കാൻ എളുപ്പമാ. അറിയാണ്ട് കത്തി ഇവിടെ കൊണ്ടുവെക്കല്ലേ. ഇല്ല ഇത് കേക്ക്, ഞാൻ അമ്മ വറുത്തോളാം. ആ മീൻ മറക്കാൻ എളുപ്പമല്ലയോ, അതുകൊണ്ടല്ലേ ഞാൻ വറുത്തോളാം എന്ന് പറഞ്ഞേ. അവിയൽ ഉണ്ടാക്കാൻ അന്ന് അവിയലിൽ അരിഞ്ഞ് ഉണ്ടാക്കി വെക്ക്. ആ ആ എടീ മോളെ. മീൻ വറക്കാനാ ഇട്ടാ മതിയല്ലോ. ഇട്ടാന്ന് പറഞ്ഞു. ആ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അതൊക്കെ എനിക്കറിയാം. കണ്ടോ മോനെ? വേണ്ട, അമ്മ മീൻ മറക്കാം. മോൻ അവിയൽ ഉണ്ടാക്ക്. പറഞ്ഞു തരുമോ? തരത്തില്ല. തരത്തില്ല, തന്നെ ഉണ്ടാക്കി. കഴിക്കണ്ടേ നമുക്ക്? അതാ മോനെ. ഞാൻ ഉണ്ടാക്കി എങ്ങനെ കഴിക്കും? നോക്കാം നമുക്ക്. വല്ലയിടം പോയാലും അമ്മയും ഞങ്ങൾ ആരും വരത്തില്ല. അയ്യോ, ഇവരങ്ങനല്ല, ഇവരങ്ങനല്ല, ഇവരങ്ങനല്ല. എന്താ പിന്നെ ഞങ്ങൾ എങ്ങനെയാ? ഇവരങ്ങനല്ല. ഈ സാധനമൊക്കെ കണ്ടിട്ട് കൊറേ നാളായി. അമ്മ ഇപ്പൊ അരിയുമ്പോ കാണിച്ചു തരാം. അല്ലേ പറഞ്ഞു, ഇവരങ്ങനല്ല. അതിപ്പോ അമ്മ അരിയുമ്പോ കാണിച്ചു തരാണ്. ഇങ്ങനെ 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 അല്ലേ? ഇടത്ത് കൈ കണ്ടോ? ആ അഭിജിത്തും ലെഫ്റ്റ് ഹാൻഡ്, ഞാനും ലെഫ്റ്റ് ഹാൻഡ്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതാ കുക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ കുരങ്ങൻ തൂങ്ങി കിടപ്പുണ്ട്. അപ്പൊ അമ്മ അവിടെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു മോര് റെഡിയാക്കിയത്. അപ്പൊ ഞങ്ങൾ ഇനി അവിയൽ ഉണ്ടാക്കാൻ പോവാണ്, മീൻ വറുക്കാൻ പോവാണ്. ഞാനാ മീൻ വറുക്കുന്നത്. എല്ലാം സെറ്റാ, എല്ലാം സെറ്റാ. പിന്നെ മാത്രം വന്നിരുന്നോളൂ. ഒന്നും ചെയ്യരുത്. ഞാൻ അറ്റ്ലീസ്റ്റ് അരിഞ്ഞെങ്കിലും കൊടുത്തു. എവിടെ ഒരു ഭാഗം ചെയ്തിട്ടില്ല. കോവയ്ക്കറിയത്തില്ല. അല്ലല്ല, എണ്ണ ഒഴി, എണ്ണ ഒഴി. ചൂടാവുന്നതിന് മുമ്പ് എണ്ണ ഒഴിക്കരുത്, അറിയത്തില്ലേ? ആ ചൂടാവുന്നതിന് മുന്നേ എണ്ണ ഒഴിക്കാൻ പാടില്ല, അത് പൊട്ടിത്തെറിക്കും. അല്ലേ? വെള്ളത്തിലോട്ട് എണ്ണ ഒഴിച്ചാൽ പൊട്ടിത്തെറിക്കൂലേ? വെള്ളം കിടന്ന് അറിയാം. കൊള്ളാം കേട്ടോ. ഒരു മീൻ കഷ്ണം പോലും തരില്ല. ഇത് മോൾക്ക് എന്താ, ഇത് മൊത്തം വേണേലും തിന്നോളും. മീൻ വറുത്തതൊക്കെ വലിയ ഇഷ്ടം. ആണോ? പക്ഷെ ചിക്കനാണ് ഏറ്റവും ഇഷ്ടം. ചിക്കനാണ് ഒരുപാട്. മീൻ ഇത് വറുത്തത് അടിച്ചോളും. ഇതെന്തിനാ അവിയല്ലോ? ഞാൻ മീൻ വറുക്കാം, അമ്മ അവിയലുണ്ടാക്കാം. ഞാൻ മീൻ വറുക്കാം, അവിയൽ ഉണ്ടാക്കാന്ന് പറഞ്ഞ ആളാ. അല്ല അവിയലും ഉണ്ടാക്കാം. ശരി ശരി, കാണണം. ഞാനങ്ങ് പോവാ. അങ്ങനെ പോവരുത്, വെക്കണം. വല്ല തെറ്റിപ്പോയ എന്ത് ചെയ്യും? പിന്നെ കഴിക്കാൻ പോലും പറ്റില്ല. അത്രയും മതി അല്ലേ? അത്രയും മതി. അപ്പൊ എന്ത് വരുന്നത്? മനസ്സിരിപ്പ് എങ്ങനെയായിരുന്നു? അത്രയും മതി. ഞാൻ വീട്ടിൽ മീനൊക്കെ വറക്കും. അങ്ങനെ ഒന്നും ചെയ്യാത്ത ആളൊന്നല്ല. അതെ അതെ, നീ അങ്ങനെ ഒന്നും കളിയാക്കണ്ടാടാ. ആ അത് തന്നെ, ഇവിടെ കെട്ടി വെക്കാം. അല്ല അഭിത്ത് പറഞ്ഞിട്ടുണ്ട്, വരുന്ന പെണ്ണിന് എന്തായാലും പണിയെടുക്കേണ്ടി വരത്തില്ല. പക്ഷെ ആന്റിനെ കൊണ്ട് പണിയെടുപ്പിക്കാന്നാ വിചാരിച്ചിരിക്കുന്നത്. ചെയ്തു കൊടുക്കരുത്. ഇത്രയും നാളൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് ഇനി ഞങ്ങൾക്ക് പറ്റൊന്നുമില്ല. അവർക്ക് വേണം. അമ്മ ഇട്ടോട്ടെ മോളെ. ഞാനിടാം. ഫോക്കസ് ചെയ്യണേ. എനിക്കറിയാം. പെയ്യ ഇടാവുള്ള ദേഹത്തോട്ട് തെറിക്കല്ലേ. എല്ലാരും വന്ന് കണ്ടു. കിളിമീൻ കുട്ടൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കിളിമീൻ. ആ ശരിയാ, കുട്ടന്റെ കയ്യിൽ നിന്നായിരുന്നു. പുക വരുന്നുണ്ടോ? പിന്നെ പുക വരത്തില്ലയോ? അയ്യോ. ആ ഓക്കെ. അയ്യോ ഇത് എത്ര മീൻ ഇടണം ഇതിനകത്ത്? അമ്മ പറയാം. മോളോട് ഇട്ടോ. ഇത് ഇച്ചിരി നീക്കി വെക്കായിരുന്നല്ലേ? കൈ കൊണ്ട് നീക്കിയാണ്. ഒന്ന് നീക്കിക്കേ കൈ വെച്ച്. നീക്കമ്മ എണ്ണ വെച്ചുള്ള കളിയാ. ഇത് ഇടട്ടെ. പാർവതി ആദ്യമായിട്ട് ഗ്യാസ് കത്തിച്ച് മീൻ വെച്ച്. ഹലോ മതില്ലേ? ഈ എല്ലാം തിരിക്കാണേ കേട്ടോ. ഈ ചെറുത് തരാം. ചെറുത് കൊടുത്താ പോരെ? മോളെല്ലാം കഴിച്ചോ, ഒരു കുഴപ്പമില്ല. ഒരു പണി എടുക്കാത്തവർക്ക് അവനൊന്നും കൊടുക്കും. പാർവതിക്ക് മീനില്ല.
ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഉണ്ടാക്കാന്ന്. ഇല്ല വേണ്ട വേണ്ട, ഇത് കുളവാക്കി കൈ തരും ചിലപ്പം വേണേ. അമ്മ അടിപൊളിയാക്കി അങ്ങോട്ട് തരാം. നീ അതിന് മസാല ഉണ്ടാകും. പിന്നെ വരുവാ അമ്മ. അമ്മ വേണ്ട, തേങ്ങ അരച്ച് ചേർത്താ മതി. പിന്നെ നീ എനിക്ക് അടുത്ത് എന്ത് പറ. ഇനി നമ്മള് തേങ്ങയും പച്ചമുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട ഒരു അരപ്പുണ്ട്, അതങ്ങോട്ട് ഇടണം. ആണോ അമ്മേ? അല്ല എന്നെ ഇതേ കണ്ട ഞാനിടട്ടെ. അത്ര ഇടും മോനെ. നീ അതിലിട്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടണം. ഇച്ചിരി ഉലുവാക്കണം. ശകലം മതി. മഞ്ഞപ്പൊടി ഇട്ടു, കുറച്ച് ഉലുവ, ശകലം. ഇത്രയും. ഇച്ചിരി എടുത്തോ മോനെ. മതി മതി. അമ്മ ഇതെല്ലാം തേങ്ങയ്ക്കകത്ത് അരച്ചായിരുന്നു, എന്നാലും ഇച്ചിരി അതിനകത്ത് ഇടണം. അവര് അഹങ്കാരം. വേണ്ടിയാ ഒന്നാണോ മേടിച്ചത്? അവനറിയാം വാചകം ഓടിക്കാൻ. ഇത് മറിച്ചിടണ്ടേ നമുക്ക്? തമത്തി വെച്ചാണ് ഇത് മറിച്ചിട്ടുണ്ടായത്. ആയില്ല മോളെ, അത് കൈ കൊണ്ട് മറിച്ചിട്ടുണ്ട്. ഇവിടെ ചട്ടതൊന്നുമില്ല. നല്ല മണം വരുന്നുണ്ട്. സ്പെഷ്യൽ ഒരു അയ്യോ, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ്. സ്പെഷ്യൽ ഒരു സാധനം വേണം, ആർക്കും അറിയത്തില്ല. മല്ലിപ്പൊടി. ആ, ആരും ഇടത്തില്ല. വേണ്ട ഇനി വാ. പാർവതിക്ക് അവിയലിന് മല്ലിപ്പൊടി ഇടുവോ? ഇടത്തില്ല. ഇട്ട് അമ്മ വെക്കുമ്പോ നമ്മൾ അന്നേരം പറഞ്ഞാ മതി എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ആ ഇട്. ഓക്കേ. ആ മതി മതി. കുറച്ച് മല്ലിപ്പൊടി. കുറച്ച് മല്ലിപ്പൊടി. എല്ലാം ടെസ്റ്റ് ചെയ്യാം. പാർവതി ടെസ്റ്റർ ഇവിടുത്തെ. അല്ല, ഇവിടെയൊക്കെ ശരിക്കും അങ്ങനെ മല്ലിപ്പൊടി ഇടുവോ? അത് അമ്മയുടെ സീക്രട്ട് റെസിപ്പിയാണ്. അമ്മയുടെ ഇവിടെ ആരും ഇടത്തില്ല. സംഭവം അമ്മ ഈ സപ്താഹത്തിനൊക്കെ പോകും. സപ്താഹത്തിനൊക്കെ പോയിട്ട് കലവറയിൽ പോകും. പായസം അവിടുത്തെ ബാക്കി വന്ന അവിയലൊക്കെ എടുക്കാനാ. അപ്പൊ അവിടെ പാചകക്കാരനായിട്ട് കമ്പനിയാണ്. പുള്ളിക്കാരന്റെ ടിപ്സ് പറഞ്ഞു. അതൊക്കെ ചോദിക്കും അമ്മ. അങ്ങനെ പുള്ളിക്കാരൻ ഓരോ ടിപ്പ് പറഞ്ഞു കൊടുക്കും. മറക്കേണ്ടത്, പൊരിക്കേണ്ടത്, അതൊക്കെ ചോദിക്കും മോളെ. അമ്മയുടെ കൂടെ പോവാത്ത ഒരു കൈ മല്ലിത്തൂക്ക്, ഒരു കൈ ഉണ്ടാവും. ഇങ്ങനെ പോകുന്നത്. ഇത് പറയണം നമുക്ക്. ഉപ്പ് ഉപ്പ്. ആ, എന്നിട്ട് കടുവറ കടുവറ കടുവറ. നല്ല മീൻമറപ്പാ കഴിഞ്ഞാൻ തോന്നുന്നു. അവിടെ ഉണ്ണിയായിട്ട് കരിഞ്ഞ് കരിഞ്ഞ് അവിടെ ഇല്ല. ഇല്ല ഞാൻ കുറച്ചിട്ടേക്കുക. ഞാനതിപ്പോ കണ്ടായിരുന്നു. മറ്റേതൊന്നും കണ്ടില്ല. തടി കഷ്ണമൊന്നും ആ കരി. അയ്യോ ഇല്ല കഴിഞ്ഞില്ല. ഇല്ലില്ല, കറക്റ്റാ. നല്ല മൊരമൊരാന്നായിട്ടുണ്ട്. എങ്ങനെ മൊരമൊര ഏറ്റവും കിടിലൻ ഫുഡ് എന്താ അമ്മ ഉണ്ടാക്കുന്ന? പച്ചവെള്ളം. ചിക്കൻ കറി. ചിക്കൻ കറി. ചുമ്മാതാ മോനെ, അമ്മ വെക്കുന്ന മീൻകറിയൊക്കെ ഇഷ്ടമാണ്. ചിക്കൻ കറി നല്ലതാ. പിന്നെ മറ്റേ അയില എന്തോ പച്ചക്കറി പച്ചക്കറി വെക്കും, അത് നല്ലതാ. അയില പച്ചക്കറി. അയില അതിന് അറിയത്തില്ല. അത് മുളക് കറിയിലെ പച്ചക്കറി വെക്കും. എന്തോ നല്ല സൂപ്പർ. മഞ്ഞ കളറില്ല, നല്ലതാ. ഇന്നലത്തെ കറി ഇവിടെ ഇരിപ്പോടെ, വേണേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ. ഇന്നലത്തെ കറി ഇരിപ്പുണ്ട്. ഇന്നലത്തെ ആകുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അരി ഇന്നലത്തെ പൊളിക്കും. അല്ലേ, പൊതുവെ മീൻകറിയൊക്കെ പിറ്റേ ദിവസം ആകുമ്പോഴല്ലേ നല്ല ടേസ്റ്റ്. രുചിയാ. ഇവൻ കൂട്ടത്തില്ല. അന്നത്തെ എന്നിട്ട് അമ്മ പാത്ത് വെച്ചേക്കും. മണപ്പിച്ചു. എന്നിട്ട് ഇവൻ മണപ്പിക്കും മോളെ. എന്നിട്ട് അവനും പിടിക്കും. ഞാൻ കഴിക്കത്തില്ല. ഇവനറിയാം ചിക്കൻ വളിച്ചാലേ ഒന്ന് തിന്നോളൂ. അതിനൊന്നും ഒരു മീൻകറി ഒന്നും ഇന്നലത്തെ സെറ്റ് ആവില്ല. മീൻകറിയൊക്കെ തലേ ദിവസത്തെ ടേസ്റ്റ് കേക്കണ്ട കേട്ടാ. മീൻകറി ഫാൻസ് എടുത്തിട്ട് അടിക്കും. മീൻകറിയൊക്കെ ആ ചൂടോടെ കഴിക്കണം. പിന്നെ അമ്മയുടെ എന്തുവാ അയിലക്കറി വയറാ. ആദ്യത്തെ വീഡിയോ ഒക്കെ ഹിറ്റ് ആയത് അയിലക്കറിയുടെ. അയിലക്കറി. മോളെ ഒത്തിരി മൂക്കണോ മീന? വേണ്ട, വേണ്ടല്ലോ. നീ ഇതങ്ങ് എടുത്തേക്കട്ടെ. ഞാൻ എടുക്കാം. താഴെ കളഞ്ഞ് അതെടുത്ത് തീറ്റിക്കും കേട്ടോ. ഇടത്ത് കൈയത് കൊള്ളാൻ കേട്ടോ. ഒരു തവയും കൂടെ ഉണ്ടായിരുന്നു, നോക്കിയിട്ട് കാണുന്നില്ല. ഒരെണ്ണം പോരെ? മതിയോ? അപ്പുറത്ത് അയ്യത്ത് പോയോന്ന് ആർക്കറിയും. അമ്മയുടെ സ്നേഹമുള്ള അയൽക്കാരനോട് പറഞ്ഞാൽ മതി. എടുക്കാൻ പറ്റുന്നില്ലല്ലോ. കുറച്ചുകൂടെ ക്യൂട്ട്നെസ് ഇട്ട് കൊണ്ടിട്ട് വയറിലാണ്. ഇതിനെടുത്ത് അടുപ്പത്ത് വെച്ചാലോ? ചുമ്മാ തൊഴിൽ അത് ഇടണം മോനെ. അമ്മ ഇട്ടോളാം. അല്ല, ഞാനിടാം. ചൂടാ, അതാ ഞാൻ പറഞ്ഞ. രാധായേ. അയ്യോ, നന്ദപ്പനും ഉണ്ടല്ലോ. കുറെ നേരം വെയിറ്റ് ചെയ്തിരിക്കും. 2 രൂപ പപ്പടത്തിന് നടക്കണ്ടായിരുന്നു. 1:30 വരെയായി. 1:30 വരെ നിങ്ങൾ പപ്പടം ഉണ്ടാക്കുമായിരുന്നു. 2 രൂപ. 2 രൂപ വേറെ കണ്ട് എടുക്കാൻ പോയതാ. വിളിച്ച സ്നേഹത്തോടെ. രാധായേ അങ്കിളെ, എന്താ വീഡിയോയിലൊന്നും അധികം വരാത്ത? ഇവര് മനഃപൂർവ്വം കേറ്റാത്തയാണോ?
അറിയില്ല, ഞാൻ കൂടുതൽ പോകുന്നില്ല അതുകൊണ്ടാണ്. വരത്തില്ല മോളെ, ഞങ്ങൾ അങ്ങനെ വിളിക്കാതിരിക്കത്തില്ല മോളെ, എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ട്. ഫേമസ് ആ, കുറച്ച് ഫാൻസ് ഒക്കെ വേണ്ടേ? അത് ആന്റിക്ക് ഇനി പാരയാന്ന് വിചാരിച്ചിട്ട് ആന്റി മലപ്പുറം ഒഴിവാക്കുന്നതാണ്. അതെ അതെ, അച്ഛനൊരു കോമ്പറ്റീറ്റർ ആവാ, നമ്മൾ ഒഴിവാക്കി വിട്ടതാ. അച്ഛന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ, ഹോബീസ് ഒക്കെ എന്താ? എന്താ ചിരിക്കാൻ എന്തിനാ? ഒരു മിനിറ്റ് മോനെ, മറ്റേ പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അച്ഛന് ട്രൂലോ ഇതൊക്കെ വേണേ അമ്മ എവിടെ നിന്ന് നക്കുന്നൊക്കെ. ആന്റി അല്ലേ? അല്ല, വേറെ ഉണ്ട്. ഇതാരാ? ഇത് പറ. ഇത് ഇച്ചമ്മന്റെ മോൻ, എന്റെ വലം കൈ. അച്ഛന്റെ ഇടം കൈ. അച്ഛന്റെയും വലം കൈ, എന്റെയും വലം കൈ, രണ്ടുപേരുടെയും വലം കൈ. ഇവിടെ വീഡിയോ എടുക്കുമ്പോ എനിക്ക് അവനുണ്ടെങ്കിൽ ഒരു ഭയങ്കര സപ്പോർട്ടാണ് മോളെ. അതെങ്ങനെ വഴക്ക് പറഞ്ഞു? എന്റെ കുഞ്ഞു കൂടെ നിന്നോളൂ. ഭയങ്കര ചീത്ത പറയോ ഈ അഭിത്ത്? തെറ്റിക്കുന്നതിനൊക്കെ വഴക്ക് പറയും മോളെ, അല്ലാതെ ഒന്നുമില്ല. അല്ല, കുഞ്ഞൊന്നും പറയത്തില്ല, ഒന്നും പറയുന്നില്ല. അച്ഛന് ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ചിരി വരാറുണ്ടോ? ഇവരുടെയൊക്കെ ചിലത് കാണുമ്പോൾ ചിരിക്കുമ്പോൾ അവിടെ പോയി കിടന്ന് ചിരിക്കുന്നത് കാണാം. ചിരിക്കും ചിരിക്കും. ആന്റി ഉണ്ടാക്കുന്നതിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? മീൻകറി. ഒരാൾക്ക് ചിക്കൻ കറി, ഒരാൾക്ക് മീൻ കറി. അങ്കിളിന് എങ്ങനെ തലേദിവസത്തെ മീനൊക്കെ ഇഷ്ടമാണോ? എനിക്ക് അങ്ങനൊന്നും പ്രശ്നമൊന്നും. ഏത് വേണേലും ഇതും ചെയ്ത തലേദിവസം കഴിക്കില്ല, പുതിയത് മാത്രം കഴിച്ചാൽ മതി. അത് കൊള്ളാം ആന്റി, ഇവര് സെറ്റാ. അങ്കിള് കുക്ക് ചെയ്യോ? കുക്ക് ചെയ്യോ? അറിയാം, ഒരുമാതിരിയൊക്കെ ചെയ്യും, നമ്മള് ചെയ്യും. ഇപ്പൊ തലേന്ന് കഴിക്കുമെന്ന് ചോദിച്ചു. ഞാനിപ്പോ ഇവിടെ ഇല്ല, പെണ്ണൊക്കെ കെട്ടി, അവള് വല്ലതും ഉണ്ടാക്കി വെച്ചാൽ എന്തായാലും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അന്നേരം കാണാം ഇതൊക്കെ. അന്നേരം എന്റെ വില അറിയാം. അല്ല, ഇവര് തല്ലി പിടിക്കാറുണ്ടാ? അടിയതാണ് എപ്പോഴും, ഇടയ്ക്കിടയ്ക്കുണ്ട് സൗന്ദര്യ പണക്കം. ആരാദ്യം പോയി മിണ്ടണം? അങ്കിള് മിണ്ടോ, ആന്റി ഒന്നും? അമ്മ ഒന്നുണ്ട്. ഞാനാ മിണ്ടുന്നത്. അമ്മയായിരിക്കും അടി ഉണ്ടാക്കുന്നേ. ഞാൻ ഉണ്ടാക്കുമ്പോളെ ഞാൻ തന്നെ പോയി മിണ്ടും. ആരും കൂടെ വരില്ലേ? എനിക്ക് വിഷമോ മോളെ, ഞാൻ ഒത്തിരി നേരം ഒന്നും ഭയങ്കര ഗർജനമാണ് കേട്ടോ. കുറെ നേരം ഇങ്ങനെ സിംഹം കുറയ്ക്കുന്ന മാതിരി അലവിക്കൊണ്ടൊക്കെ ചെല്ലും മോളെ. 10 മിനിറ്റ് കഴിയുമ്പോ പിന്നെ അങ്ങ് എനിക്ക് വിഷമോ മോളെ. 12 മണിയാകുമ്പോ ഒരു ടോപ്പിക് ഇടും, 4 മണി വരെ ആ സെയിം ടോപ്പിക് സംസാരിച്ചോണ്ടിരിക്കും, 6 മണിയാകുമ്പോ ഉണ്ട്. എന്നാലും ചെല്ലണം എന്നൊക്കെ ഉണ്ടാവില്ല? എന്താ വഴക്കിട്ടിരിക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചെല്ലണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? ഞാനാ മോനെ ചെല്ലുന്നത്. അല്ല, അങ്കിള് വന്നെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? വരത്തില്ലെന്ന് എനിക്കറിയാം. നോക്കെന്താ ഇടക്കൊക്കെ ഒന്ന് സൗന്ദര്യങ്ങളൊക്കെ മാറ്റ്. ഈ മോനെ കുറിച്ച് എന്താ അഭിപ്രായം? അടിപൊളിയാ, കുഴപ്പമൊന്നുമില്ല, നല്ലത്. അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ. എന്നെ കുറിച്ചാണ് എന്റെ അഭിപ്രായം. എന്തോ നിന്നെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം, വെരി ഗുഡ്. ഇത്രേ ഉള്ളൂ. കൈയടിക്ക്. അത് ഇന്നലെ കഴിച്ച മന്തിയുടെ ആയിരുന്നു. അങ്കിളിന് എങ്ങനെ മന്തി ഇഷ്ടമാണോ? ഞാൻ കഴിക്കില്ല, ചിക്കൻ കറി വെച്ചാൽ കഴിക്കും. വേറെ ബിരിയാണി ഒന്നും വേണ്ട മോളെ, ചിക്കൻ ബിരിയാണി നോക്കണ്ടായിരുന്നു. ചോറും കറിയൊക്കെയാണ് കൂടുതൽ ഇഷ്ടമല്ലേ? അവിടെ എന്തോ ഒരു സിഗ്നൽ കാണിച്ചു. അവിടെ അങ്കിളുടെ ട്രൂ ലവിന്റെ ഒരു സിഗ്നൽ എനിക്ക് കാണിച്ചു തന്നു. അങ്കിളിന് മാത്രമേ ട്രൂ ലവ് ഉള്ളൂ, ഇല്ലല്ലേ? ആ ലവിന് എന്താ കുഴപ്പം? ആ ലവിന് ഇത്ര കുഴപ്പം എന്താ? കുഴപ്പമില്ല, എനിക്ക് അച്ഛട്ട് അടിക്കും, പാർവതി കമ്പനി തരും. എന്റെ പൊന്നങ്ങളെ, അത് പറയുന്നതിന് എന്താ കുഴപ്പം? അതല്ല, ഒരുപാട് ഈ റീൽ എടുത്തതെല്ലാം കുടിക്കുന്നതായിട്ട് ഇവര് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഏത് സമയം നോക്കി അപ്പൊ ഇതിലൂടെ പോകുമ്പോ ചില ഈയിടെ ഒന്ന് ചോദിച്ച്, ഒരു പെണ്ണ് ഒന്ന് ചോദിച്ച്, അയ്യോ അച്ഛൻ എന്താ എപ്പോഴും കുടിക്കുന്ന അവര് കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അണ്ണൻ പറയാനോയിരുന്നു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുവാന്ന്. ചുമ്മാ അവര് തമാശ ചോദിച്ചെന്നേ ഉള്ളൂ. അത് അണ്ണൻ ഫീലാവേണ്ട കാര്യമേ ഇല്ല. ഫീലൊന്നും ഇല്ല, നമുക്ക് അന്തസ്സാ. ഇപ്പം കിട്ടിയാലും കഴിക്കും. അപ്പൊ ചോദിച്ചവരാരായി? അങ്കിൾ അന്തസ്സായിട്ട് പറഞ്ഞ ട്രൂ ലവ് എന്താന്ന് ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാത്ത കാര്യമൊന്നുമല്ല.
ഞങ്ങള് രണ്ടെണ്ണം അടിക്കും, അതാണ് ഞങ്ങളുടെ ട്രൂവില്. അത് വല്ലപ്പോഴേ ഉള്ളൂ മോനെ. 2 അടിച്ചേ പറ്റൂ. അപ്പൊ ഇത് വൈകിട്ട് 2 അടിച്ചോ ഇതല്ലേ നേടാൻ പറ്റുള്ളൂ മോനെ. അവിയൽ അടിച്ചൊന്നും പറയരുത്. ആരും ഒന്നും പറയത്തില്ല മോളെ, ഇട്ടതിന് വിട്ടേക്കുവാ. തേങ്ങ ഇടട്ടെ. നന്ദു ഒന്നും പറയാനില്ല. നന്ദുവിന് നന്ദു എന്താ മിണ്ടായി? ഞങ്ങളുടെ വലങ്കയ്യാന്ന് പറഞ്ഞു കുഞ്ഞ്. തേങ്ങ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നറിയോ? ഇന്നത്തെ ചെമ്മീൻ വറുത്തത്, അവിയല്. നന്ദു പഠിക്കാൻ പോവാട്ടോ മോളെ, ബാംഗ്ലൂര്. ആണോ? MBA കുഞ്ഞ്. ഫുൾ MBA ആണല്ലോ. BBA BBA കഴിഞ്ഞിട്ട് MBA പോകുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചേട്ടനോട് ചോദിച്ചാൽ മതി. എന്തോ മോനെ മുറുക്കം പറയടാ. ദൈവമേ, എന്തോ മോളെ പറഞ്ഞു. MBA എടുത്തിട്ട് ജോലിക്ക് വേണ്ടി അപ്പൊ ജോലി കിട്ടും. അച്ഛൻ വരുമ്പോ എന്താ സൈലന്റ് ആയാലും ഇത്രയും നേരം വളവള വർത്താനമായിരുന്നല്ലോ. അച്ഛനെ പേടിയാന്ന് തോന്നുന്നു. പേടിയൊന്നുമില്ല. നമ്മളെന്തൊരു പേടിക്കാൻ? അച്ഛനും മക്കളും എല്ലാം ഈക്വൽ ആയിട്ട് പോകും, അത്രേ ഉള്ളൂ. അയ്യോ ഇവിടെ അങ്ങനൊന്നും ഇല്ല മോളെ. ഇവിടെ പേടിയും ഭയവും അങ്ങനൊന്നും ഇല്ല. സോഷ്യലാ. അതല്ല ഞാൻ ഇവിടുന്ന് പോകുമ്പോ തന്നെ ഒരു കുഞ്ഞുങ്ങളല്ലേ, ഇവരെ കണ്ടിട്ട് പോലും ഇല്ല കുഞ്ഞുങ്ങളെ. ഞാൻ 10-9 വർഷം ഗൾഫിൽ ജോലി ചെയ്താ. ഓരോ വർഷം കഴിയുമ്പോൾ വരുമ്പോ ഇവര് വളർന്ന് ഇത്രയും പഠിപ്പിച്ച് കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് മൊത്തം ഇവക്കാ. അത് ശൈലാമയ്ക്കുള്ളതാണ് ആ ക്രെഡിറ്റ്. ഓ സന്തോഷായ മുഖം അങ്ങോട്ട് നോക്കിക്കേ. സന്തോഷമുണ്ട്, സങ്കടവും ഉണ്ടല്ലോ. സങ്കടം എന്തിനാ? എവിടെ ഇങ്ങോട്ട് നോക്കട്ടെ. എന്തിനാ സങ്കടം? ജോലി ഇല്ലെന്നായിരിക്കും, അതായിരിക്കും സങ്കടം. അങ്ങനൊന്നും അല്ല, അതൊരു അഭിമാനം. അതാ അതെങ്ങനെ? അത് ഇടക്കിടക്ക് നിറയും. എളുപ്പം വരും കണ്ണീര്. കണ്ണീര് ഇവിടെ വന്ന് കാണിക്കത്. കഴിഞ്ഞ ക്രിസ്മസിന്റെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരു സ്റ്റെപ്പ് കാണിക്കോ? ഒരു സ്റ്റെപ്പ് കാണിക്കോ? ആ പാട്ടിടാങ്കി കളിക്കാം. അമ്മ പാടി ഒരു സ്റ്റെപ്പ്. ആ പാട്ടൊന്നും ഇട്ടേ. ഉണ്ണി വേറൊന്നും ബദലഹേമിലെന്നും പറഞ്ഞായിരുന്നു. ഇത് മറ്റേ എന്തുവാ? ഞാനും വരാം സ്റ്റെപ്പ് ഇടാൻ. എന്ത് നമ്മുടെ ഫോൺ ഇട്, പാട്ടിടാൻ നമ്മളെ വേറെ ഏതെങ്കിലും പേര് പാട്ട് വന്നിട്ട് പെട്ടെന്ന് ഇമോഷണൽ ആവും തോന്നണല്ലേ? പെട്ടെന്ന് ഇമോഷണൽ ആവും. എങ്ങനെ ആവാതിരിക്കും? ഇതിനെയൊക്കെ ഒറ്റയ്ക്കല്ലേ വളർത്തിയത്. നമ്മുടെ ഫോൺ കാണുന്നില്ല. എടുത്തോണ്ട് എനിക്കറിയത്തില്ല, പാട്ടൊന്നും ഞങ്ങള് പഠിച്ചില്ല. ഏത് പാട്ടാ? ചീകിത്തിരിങ്ങി എന്ന് ഞങ്ങളിപ്പം കളിച്ചു തിരുവാതിര റിഹേഴ്സലിന്റെ ഒരു ചെറിയൊരു ഭാഗം കാണിക്കുന്നു മാത്രം. ആ ഫോൺ ഇങ്ങെടുത്തോണ്ട് ആ പാട്ടിനനുസരിച്ച് ഞാൻ കളിച്ചോളാം. എടുത്തോണ്ടോളാം. ആ അല്ല പറഞ്ഞാ മതി. ഞങ്ങൾ ഇന്നപോലെ ഒരു പ്രോഗ്രാം ഉണ്ട്, കുറച്ച് കൂടുതൽ ചെലവാക്കണ്ട. നന്ദു കൊണ്ടുവന്ന് മതിയല്ലോ മോനെ. അലമ്പൊന്നല്ല അങ്ങനെ തിരുവാതിര കളിക്കണേ. പാട്ട് വെളിവിടാൻ പറ്റുമോ? അപ്പൊ ഭാര്യ സെറ്റുമുണ്ടൊക്കെ കൊടുത്ത് മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ട് ഡാൻസ് കളിക്കുന്ന കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരിക്കും. തിരുവാതിര 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 കളിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുവായിരിക്കും അല്ലേ? അതെ, വെയിറ്റ് ചെയ്തിരിക്കുക. അതെന്താ അങ്ങനെ? പോയിട്ട് വരുമ്പോ ക്ഷീണമാ. നോക്ക്, വേണ്ട കൈയൊന്നും പൊളിക്കണ്ട. ഉപ്പുണ്ടോ നോക്കിട്ട് കൊള്ളാന്നേ പറയത്തുള്ളൂ. ശരിക്കും അത് ഇന്നേ അറിയുന്നേ ഇല്ല. അതല്ലയോ അവിയലിന്റെ രഹസ്യം. പിന്നെന്തിനാ ഇട്ടത്? എനിക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ അറിയാം. എന്റെ പൊന്നമ്മ ഒരു വീഡിയോ എടുക്കില്ലയോ അമ്മ? അവളോട് അതൊക്കെ കട്ട് ചെയ്യും. ബുദ്ധി ഇല്ലയോ? പ്രൊഫഷണൽ ആവണ്ടേ? ലോക്കൽ ആവാതെ കട്ടുകോ പഴുത്തിരിക്കുന്നത്. ആ പറഞ്ഞേക്കാം. അത് ഞാൻ ലോക്കൽ ആവണ്ടേ? ഭയങ്കര ദേശക്കാരിയാന്ന് തോന്നുന്നല്ലേ? അറിയാം മോനെ. ആ ദേശത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ആദ്യം ചാട്ടേ ഉള്ളു, ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നെ കൊയറ്റ അത് ഇവരെ അങ്ങ് മുതലാക്കും. ഞാൻ അലറിക്കൊണ്ട് ചെല്ലും, അതുപോലെ അങ്ങ് പത്തി മടക്കി ഇങ്ങ് പോരും. ഇത്രേ ഉള്ളു. അത് അച്ഛനും മോനും അല്ലേ ഇപ്പം കണ്ടന്റ് ആക്കിയേക്കും. അന്തപ്പം പറ മോനെ, അമ്മ പാവമല്ലേ മോനെ? എന്റെ കുഞ്ഞു പറയും
അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കുന്ന എന്തിനാ? നീ എന്ത് ചുമക്കുന്നത്? ചുമ വന്നിട്ട് മനസ്സിലായി. പെപ്സിയുടെ മേടിച്ചു കൊടുക്കരി, ഒരു പെപ്സിയുടെ മേടിച്ചു കൊടുക്ക. ശരിയാ. എന്താ പെപ്സി? പെപ്സി ഇഷ്ടമാണ്. പെപ്സി ഇഷ്ടം പോലെ കുടിക്കുന്നു. അപ്പൊ ഏകദേശം ഫുഡൊക്കെ റെഡി ആയി കഴിക്കാം. അങ്ങനെ പപ്പടം വറുത്തില്ല. എന്റെ തള്ള അവനെ വിളിച്ചു പറയാൻ കേട്ടോ, ഇവിടെ തീർക്കാൻ വേണ്ടി പറയുന്ന ഇടയ്ക്ക് കയറി പറയും. അയ്യോ അമ്മ അത് സാരമില്ല. ഇതൊക്കെ ഇടണം മോനെ. ഒരു പപ്പടം വറക്കണം എന്നല്ലേ പറഞ്ഞോളൂ. ഒരു പപ്പടം പോലും കൊടുത്തു പോയത് ഇല്ലില്ല, മൊത്തം മോട്ടിച്ചോണ്ട് പോകും. അപ്പൊ ഞങ്ങള് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പൊ ഇച്ചിരി വിശക്കുന്നുണ്ട് കേട്ടോ. മീന് കണ്ടട്ടാ, മീനും. അതാ ശരിക്കും മീൻ കണ്ടട്ടാ. അപ്പൊ ഫുഡ് കഴിക്കാല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ? കഴിക്കാൻ മോനെ. ഇല വെട്ടട്ടെ? ഇലയൊന്നും വേണ്ട. അന്നേരം അമ്മയ്ക്ക് പാത്രം കഴുകണ്ടല്ലോ. ഇതാകുമ്പോ ഇല കൂട്ടി ഞാൻ കളഞ്ഞാ മതിയല്ലോ. മതി, എങ്ങനെയായാലും പ്രശ്നമില്ല, കഴിച്ചാ മതി. ഓക്കെ ഡൺ. അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പൊ ദാ ഞങ്ങള് ഫുഡൊക്കെ റെഡിയാക്കി കഴിക്കാൻ പോവാണ്. ഞാൻ പ്ലേറ്റിൽ മതിയെന്ന് പറഞ്ഞു, പക്ഷെ ആന്റിക്ക് ഭയങ്കര നിർബന്ധം ഇലയിൽ കഴിക്കാന്ന്. വേറൊന്നും അല്ല കേട്ടോ, പാത്രം കഴുകണ്ടല്ലോ, ഇല എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. പക്ഷെ പാവം ഞാനും കൂടെ സഹായിച്ചതോടെ പെട്ടെന്ന് പണിയൊക്കെ തീർന്നു. തിരിച്ചിട്ട് പാവം കൊറേ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാ. മീൻ വറുത്തത്, അവിയല്, ഇഞ്ചിക്കറി, അച്ചാറ്, മാങ്ങാച്ചാറ്, നാരങ്ങാച്ചാറ്, പരിപ്പ് കറി, സാമ്പാറ്, പപ്പടം, മോര്, എല്ലാം ഒരു സദ്യക്കുള്ള വിഭവം മൊത്തം. അച്ചാറൊക്കെ എന്നെ ഉണ്ടാക്കിയതാ. താങ്ക്സ്. വേഗം താ, ഇങ്ങനെ ചമ്മു. മന്തി വേണോ? ചോറൊന്നും പിടിക്കത്തില്ലേ? രാധാസിനെ കണ്ടില്ല, ഇപ്പൊ അങ്ങോട്ട് പോയോ? പുറമോട്ട് അങ്ങോട്ട് പോയി, പിന്നെ എടുത്തുള്ളു. പുറത്തോട്ട് പോയി. ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കഴിക്കാൻ വെച്ചപ്പോ എന്തോ ഫോൺ വന്നപ്പോ പോയി. അപ്പൊ പിന്നെ നമ്മള് വേഗം വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങ് കഴിക്കാം. എന്നാ കഴിക്കാം. അതൊക്കെ കൂടെ കൂട്ടി അമ്മ വെച്ച അവിയല് നോക്കണം. മോള് പറ മോളെ. അവിയല് ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്ത, പക്ഷെ ഞാനൊന്നും അവിയല് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ സൂപ്പറാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരുപാട് കഴിയും, പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട്. വെറുതെ പറയല്ല. മല്ലിപ്പൊടിയുടെ ഒരു ടേസ്റ്റും അറിയുന്നേ ഇല്ല കേട്ടോ. മല്ലിപ്പൊടി ഇട്ട പിന്നെ വേറെ ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെയൊന്നുമില്ല. കിളിമീനാണ് ഇന്നത്തെ കുട്ടൻചേട്ടന്റെ കിളിമീൻ. കുട്ടൻചേട്ടന്റെ നമ്മുടെ ബന്ധുവാട്ടോ മോളെ. ആണല്ലേ? അലീസിന്റെ ഒക്കെ റിലേഷൻ ആണ്. കുട്ടൻചേട്ടന്റെ കിളിമീൻ കറിയാണ്. രാവിലെ ഇട്ട് സംസാരിക്കുമ്പോ നല്ല വിശപ്പ്. മന്തി മതിയല്ലേ? ചോറ് കുറച്ച് മതിയുന്നു. എപ്പോഴും അതിന് മന്തി കഴിക്കരുത്. വീട്ടിലെ ചോറും കറിയൊക്കെ കഴിച്ചാലാണ് മാത്രമേ കഴിക്കാറുള്ളൂ. കുറെ നേരം കഴിച്ചോണ്ടിരിക്കണ നിങ്ങൾക്ക് ബോറടിക്കും. നമുക്ക് മര്യാദ കഴിക്കാനും പറ്റുന്നില്ല അല്ലെ? അപ്പൊ ഇനി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ എവിടെ കൊണ്ടുപോകുന്ന? അവിടെയാണോ? വല്ല കളയാൻ കൊണ്ടുപോകുന്നതാണോ? അച്ചൻകോവിലാറും പമ്പയാറും ഒക്കെ കാണിക്കാൻ ഞങ്ങൾ. അപ്പൊ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും പോവാൻ പോവാം. കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ പോകും. അപ്പൊ നമുക്കിനി കഴിച്ചു കഴിഞ്ഞ് പോണ വഴി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ബൈ ബൈ. സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ വന്നിരിക്കേണ്ടി വരുമെന്ന് പോലും. ഇവിടെ പച്ചപ്പിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എല്ലാരും അറിയും. സന്തോഷം കരുതില്ല, ഒന്നുമില്ല. ഭയങ്കര സന്തോഷം, അത്രേ ഉള്ളു. എന്തിനാ എപ്പോഴും കരയുന്നേ? ഈ ചെറുക്കൻ വന്നപ്പോ തൊട്ട് ഇതന്നെ. എന്തിനാ ഇത് പറയുന്നേ? എന്തിനാ ഇത് ചെയ്യുന്നേ? അങ്ങനെ ചോദിച്ചപ്പോ ഒരു സന്തോഷം കൊണ്ടുള്ള കണ്ണീരാ അല്ലേ ശൈലാമേ? അത്രേ ഉള്ളൂ. അതിന് സത്യം പറയുകയാണ്, ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല. സത്യമായിട്ടും ഫേമസ് ആയി, അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ട്, മില്യൺ അടിക്കുന്നുണ്ട്, അതൊന്നും നോക്കുന്നില്ല. ഇപ്പൊ എനിക്ക് എന്ത് പോസിറ്റീവ് കമന്റ് വന്നാലും നെഗറ്റീവ് വന്നാലും ഞാൻ ഒരുപോലെ അതിനെ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ പോസിറ്റീവ് അത് സന്തോഷിച്ചാൽ എനിക്ക് നല്ല കണ്ടന്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നെഗറ്റീവിനകത്ത് ഞാൻ സങ്കടമായാലും കണ്ടന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇന്നൊരു ദിവസം പോയെന്നേ ഉള്ളു. അല്ലാതെ നമ്മൾ നാളെ വെളിയോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ ഫേമസ് ആയി എല്ലാരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്നല്ല, എല്ലാരും നമ്മളെ ഇങ്ങനെയായിട്ട് കാണുന്നുണ്ട്. കൂട്ടുകാർക്ക് മെസ്സേജ് അയക്കുമ്പോഴോ നീ സെലിബ്രിറ്റി ആയാലും അങ്ങനെ എടുത്ത
നമ്മൾ പോയി തീർന്നു നമ്മള് ശരിയാ, ഒരു മനസ്സിൽ അങ്ങനെ ഒരു വിചാരമേ ആകരുത്. നമ്മള് ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോ ഞാൻ എങ്ങനെയായിരുന്നു ഇപ്പൊ ഈ വീഡിയോ ഇടുമ്പോഴും നാളെ വീഡിയോ ഇടുമ്പോഴും ഞാൻ ആ മൈൻഡോടെ തന്നെ വീഡിയോ ഇടുന്നത്. അല്ലാതെ ഞാൻ ഇത്രയായി ഇനി ഞാൻ എന്തെങ്കിലും ഇട്ടാലും 4 പേര് കാണും അങ്ങനെ ഞാൻ ചിന്തിക്കത്തില്ല. ഇന്ന് ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോ എന്താണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് അത് ഇനിയും ചെയ്യത്തുള്ളൂ. ഞാൻ ഭയങ്കര റിബലായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു, വിളിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. താടി മിഷൻ പഠിക്കുന്നില്ല, കോളേജ് വെച്ച് റിബല അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അപ്പൊ ഞാൻ ഇത് ഇപ്പം ഒന്ന് ജോലി കിട്ടായപ്പോഴത്തേക്ക് ഫുള്ള് പക്ക ഫോർമലായി. ആ ഇന്റർവ്യൂ ഭയങ്കര കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി, വീണ്ടും അത് പാസ്സായി. അപ്പൊ പറഞ്ഞു ഓക്കെ ആണ്, നിങ്ങൾ അടുത്ത ഇന്റർവ്യൂ വിളിക്കും. അപ്പൊ നാളെയാണ് എന്റെ അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം ഓക്കെ പറയണമെങ്കിൽ എനിക്ക് തലേദിവസം വിളിച്ചു പറഞ്ഞു അടുത്ത് നമ്മൾ വിളിക്കുന്ന സാലറിയുടെ പാക്കേജ് സംസാരിക്കാനായിരിക്കും. ഇന്നേ വരെ എന്നെ വിളിച്ചിട്ടില്ല. അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു എപ്പോഴും, എത്രയോ പേരുണ്ടോ ഇവിടെ, അവരെല്ലാം ജോലിക്കുമല്ലേ ജീവിക്കുന്നത്, വീഡിയോ എടുത്താൽ ജീവിക്കാൻ പറ്റുമോ? അവരും നമുക്ക് അറിയില്ലല്ലോ അതിനെ കുറിച്ച്. ഞാനിപ്പോ എങ്ങനെ പറഞ്ഞു കൊടുക്കാം? അവസാനം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി.